താഴത്തൊക്കെ ഒത്തപ്പൂത്ത ലക്ഷ്മിയുടെ അവിടെ ചേച്ചി അവിടെയൊക്കെ ഇട്ട് രാത്രിയിൽ ഇട്ടിട്ടേ അവിടെ പിന്നെ 4 ദിവസവും ഈ വേലി ഇട്ടിരിക്കുന്നുണ്ട് പട്ടി കറത്തില്ല. അതൊക്കെ നമുക്ക് ഇവിടെ ഇട്ട് വെച്ചാൽ ചിലപ്പോൾ രാത്രിയിൽ പട്ടി കൊടുക്കും. ഇന്ന് തിരുവോണം. പുതിയ വീട് വെച്ചതിന് ശേഷമുള്ള ആദ്യത്തെ തിരുവോണമാണ് ഇന്ന്. ഇത് ഓണക്കോടിയാണ്. വിളക്ക് രാവിലെ കത്തിച്ചതാണ്. ഇപ്പം അമ്പലത്തിൽ പൂരിക്ക് പോയിട്ട് വന്നതേ ഉള്ളൂ. അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുകയാണ്, സദ്യ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു സദ്യ ഒരിക്കല് പറ. കിച്ചടി, അവിയൽ, കിച്ചടി, അവിയൽ, ഇഞ്ചിത്തൈരും, സാമ്പാറും, പപ്പടം, മാങ്ങാപ്പിട്ടോ, മാങ്ങാപ്പിട്ടത്, ഇത് കടുവാങ്ങ അച്ചാറ്, ആശ അവിടെ നിന്ന് കൊണ്ടുവന്ന കടുവാങ്ങ അച്ചാറ്. പച്ചക്കെന്ന് പറഞ്ഞാൽ വഴറ്റിയിട്ട് മുളക് ചേർക്കാതെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ടേക്കും. പാൽപ്പായസം അത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പായസമാണ്. പിന്നെ നാളെ ആശയൊക്കെ വരുമ്പോൾ നേരം ഇപ്പോൾ പാൽപ്പായസമുണ്ട്, നേരിച്ചു കൊണ്ടുവന്നു. ഓണത്തിൻ്റെ എല്ലാം ആയി. എപ്പോഴാണ് സദ്യ വിളമ്പുന്നത്? ഇതെല്ലാം ആയിരിക്കും. ഇനി തോരനോടായാൽ പരിപ്പും തോരനും അടുപ്പിയിരിക്കണം. ഇത് തോരൻ. ഇനിയിപ്പം ഗണപതി നിവേദ്യമുണ്ട്, അതിലേക്ക് കടക്കുകയാണ്. തിരുവോണത്തിന് ചോറ് വിളമ്പുകയാണ്. പിന്നെ നമ്മളടക്കാൻ ഞാൻ വീട്ടിൽ അടക്കില്ല. അവന് സമയമാണ് ആവശ്യമില്ല ഇരിക്കുന്നതാണ് എന്ന് പറയാനില്ല. കൊള്ളാൻ മതി. എനിക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഇതാണ് വരുന്നത്. ഇതിലാണ് കഴിക്കുന്നത്. എല്ലാം അമ്മ കൊണ്ടുവരും. കഴിക്കാൻ വേണ്ടി പപ്പടം കൊണ്ടുവരും. പപ്പടം കൊണ്ടുപോവാ. പപ്പടവും ബാക്കിയുള്ളത് കൊണ്ടുവരും. 504141 0471
പുതിയ വീട് എടുത്തതിന് ശേഷം ആദ്യത്തെ തിരുമണമാണ് ആഘോഷിക്കുന്നത്. നാളെയാണ് ചേച്ചിയും അലീനും വരുന്നത്. നാളെയാണ് പൂർണ്ണ രസകരമായ ഓണസദ്യ കഴിക്കാൻ പോകുന്നത്. കുട്ടികളുള്ളതുകൊണ്ട് എല്ലാ രസകരമായിരിക്കും. ദേവൂട്ടിന് വീഡിയോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പപ്പടം കൊണ്ടുവരുന്നു. എല്ലാ കറികളും കൊണ്ടിരിക്കും കൊണ്ടുവന്നാൽ വെറും കരിക്കൊണ്ട് വാങ്ങുമ്പോൾ സദ്യ കഴിക്കാം. പപ്പണ്ടാവാൻ പോകുന്നത് കുറച്ച് വെള്ളവും നമസ്കാരം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ദേശീയ അധ്യാപക അവാർഡുകൾ വിതരണം ചെയ്തു. ദേശീയ അധ്യാപക ദിനത്തോടനുബന്ധിച്ച ചടങ്ങിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. കേരളത്തിലുള്ള 2 പേർ പുരസ്കാരം ഏറ്റുവാങ്ങി. സ്കൂൾ വിഭാഗത്തിൽ തിരുവനന്തപുരം പാല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ NS കിഷോർ കുമാറും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് റിസർച്ച് ടെക്നോളജി സീനിയർ പ്രൊഫസർ അതോടൊപ്പം തന്നെ ST വേലുമണി, തങ്കമണി തുടങ്ങിയ 6 മുതിർന്ന നേതാക്കൾ EPFനെ കണ്ട് പാർട്ടി വിട്ടവരുടെ ഉടൻ തിരികെ എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ EPF അതിന് വഴങ്ങിയില്ല എന്നുമാണ് ഇന്ന് ചെങ്കോട്ടയിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. MGR ശശികലവും ജയലളിതയും കൊണ്ട് തന്നെ പാർട്ടി വിട്ടുപോയവരെ വിട്ടുവീഴ്ച ചെയ്ത് തിരികെ കൊണ്ടുവരാൻ തയ്യാറായവരാണ്. അതിന് സമാനമായ നടപടി EPFന്റെ ഭാഗത്തു നിന്ന് 10 ദിവസത്തിനകം ഉണ്ടാകണം. ഇല്ലെങ്കിൽ താനും സമാന ചിന്താഗതിക്കാരായ നേതാക്കളും അതിന് ഉള്ള മുൻകൈ എടുക്കും എന്നുമാണ് ഇന്ന് ചെങ്കോട്ടയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ EPFന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും വരെ ഈ പരിവർത്തനത്തിന്റെ ഭാഗമാവുകയില്ല താൻ എന്നും ചെങ്കോട്ടയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മൈനാസ് നാഗേന്ദ്രൻ AIDMKയിൽ ഐക്യത്തിന് ശ്രമിക്കുന്നത് നല്ല കാര്യമാണ്, അത് എന്തായാലും സംഭവിക്കും എന്നൊരു പ്രതികരണം കൂടി നടത്തിയിരിക്കുന്നത്. നേരത്തെ AIDMKയെ SDAയിലേക്ക് തിരികെ എത്തിക്കുന്ന സമയത്ത് പാർട്ടിയുടെ ആഭ്യന്തര തർക്കത്തിൽ ഇടപെടില്ല എന്ന് EPFന് അമിത്ഷാ നേരിട്ട് ഉറപ്പ് നൽകിയതാണ്. ആ നിലപാടിൽ നിന്ന് പാർട്ടി പുറകോട്ട് പോവുകയാണോ എന്നത് കൂടി സംശയമുണ്ട്. മുതിർന്ന നേതാക്കളുടെ പേര് കൂടി ചെങ്കോട്ടയിൽ പറഞ്ഞ സ്ഥിതിക്ക് AIDMK സജീവ അടക്കമുള്ളവർ തിരിച്ചു വരുന്നതായി ഒരു മുറവിൽ വീഴുന്നുണ്ടായിരുന്നത് വ്യക്തമാണ്. ജോബി ജോർജാണ് ഇവരുടെ നയിക്കുന്നത്. വാർത്തകൾ വിശേഷങ്ങൾ തീർച്ചയായും $25 കോടി ഉറപ്പായ സമ്മാനങ്ങൾ നൽകാൻ
കഴിച്ചു. അങ്ങനെ ഈ പുതിയ വീട്ടിലെ ആദ്യത്തെ തിരുവോണമാണ് ആഘോഷിച്ചത്. കഴിഞ്ഞ വർഷം ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല, ഒരു മരണം വന്നു, അതുകൊണ്ട് തിരുവോണം നമുക്കില്ലായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മൾ ആദ്യത്തെ ഓണം. അത് ഭംഗിയായി ആഘോഷിച്ച് ഓണസദ്യയൊക്കെ കഴിച്ചു. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇനി നാളെ ദേവൂട്ടനും സഹോദരിയും അതിനും കൂടെ വരും. അപ്പോൾ കൂടുതൽ രസകരമായ വിശേഷങ്ങളുമായിട്ട് എനിക്ക് വരാൻ സാധിക്കുക. എല്ലാവർക്കും തിരുവോണ ആശംസകൾ.